ഹലോ. അപ്പോൾ ഇനി നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് കാര്യങ്ങളായിട്ടാണ്. ഇപ്പം മെഷീനെ അവിടെ എത്തിയേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അതിന് മുന്നേറ്റ വീഡിയോ എല്ലാവരും കണ്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കാണണം. അപ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം ഞങ്ങൾ വന്നത് എന്താ വെച്ചാൽ സുമി കുറേ ദിവസമായി എന്നോട് പറയണേ നമുക്കൊരു വീഡിയോ ചെയ്യാന്ന്. അപ്പോൾ ഇങ്ങനെ വരാനും മടിയായതുകൊണ്ടാട്ടോ ഇപ്പോൾ പറഞ്ഞിട്ടോ ഈ സങ്കടപ്പെടേണ്ട ഇതിൽ പറയണേ. പിന്നെ ഞാൻ നമുക്ക് ഇങ്ങനെ വീഡിയോയിൽ വന്നിട്ടോ അല്ലെങ്കിൽ യൂട്യൂബിൽ വലിയ കാര്യങ്ങളൊന്നും എനിക്കറിയൂല. ഞാൻ ഇപ്പോഴാണത് പഠിച്ചു വരുന്നത്. അപ്പോൾ ഞങ്ങൾ പഴയ വീഡിയോകളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങൾ ക്ഷമിക്കണം, പരിചയമില്ലായിട്ട്. പിന്നെ സുമിൻ്റെ ഷോട്ടൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചത്. പിന്നെ അതേപോലെ ഞാൻ ഇന്നലെ ഒരു വൃദ്ധസദനത്തിൽ പോയിന്. അപ്പം അവിടുത്തെ ഒരു വീഡിയോ എടുത്തിന്, നിങ്ങൾ കണ്ടിക്കുമെന്ന് വിചാരിക്കണേ. അപ്പോൾ ഞാൻ ഇന്നലെ പോയ വൃദ്ധസദനം എന്ന് പറയുന്നത് ക്രിസ്ത്യൻസിൻ്റെ കേട്ടോ. അപ്പോൾ ചേളാര് മഞ്ചേരിക്ക് അടുത്തെത്തണ്ട, എൻ്റെ അപ്പുറമായിട്ട്. അങ്ങനെ മഞ്ചേരിയിൽ ഞാൻ പോയപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരത്തിനെ കണ്ടിട്ട് അവള് പറഞ്ഞതാണ് ഇങ്ങനെ അവിടെ ഒരു ഇതുണ്ട്, നമുക്ക് പോയി കണ്ടാലോ എന്ന്. അങ്ങനെ പ്രതീക്ഷിക്കാതെ പോയതാണ്. അപ്പോൾ അവിടുത്തെ മദർ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്ത് ഇട്ടതാട്ടോ. പക്ഷെ അവിടുത്തെ കണ്ടാലേ ഭയങ്കര സങ്കടമാവും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത അസുഖങ്ങളും കാര്യങ്ങളൊന്നും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത, ഫുഡ് കഴിക്കാനും ഓരോ കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറ്റുന്ന ആളുകൾ വരെ അവിടെ കിടക്കണ്ട. ആരും മക്കളൊക്കെ ഉണ്ട്, ആരും വരില്ല എന്നൊക്കെ പറഞ്ഞ്. ഞങ്ങളൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷമായി, കൈയൊക്കെ പിടിച്ച് വിടാതിരിക്കുക. ഞാൻ പോയിട്ടില്ല കേട്ടോ. ഇവള് പോന്നിട്ടുണ്ടായില്ല. പിന്നെന്താ വെച്ചാല് ഓരോ മക്കള് 3-4 മക്കളൊക്കെ എല്ലാവരുണ്ട്, പക്ഷെ ആരും വരുന്നില്ല എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്കൊക്കെ ചെറിയ മാനസിക പ്രശ്നമൊക്കെ ഉള്ളൂ. പിന്നെ അത്രയൊക്കെ തന്നെ അവിടെ പോയ വിശേഷങ്ങൾ അങ്ങനെയാണ്. പക്ഷെ അങ്ങനെ ഒരു വിധി ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് വിചാരിക്കും. നമ്മൾ കാണുമ്പോൾ പേരക്കുട്ടികളെ ഒക്കെ കളിപ്പിച്ചിരിക്കേണ്ട പ്രായത്താണ് ദൂരം കൊണ്ടുപോയിട്ടൊരു അവസ്ഥയാണ്. സങ്കടമായി അവിടെ കണ്ടപ്പോൾ. നമ്മള് അങ്ങനെ വലിയ സന്ദർശിക്കണ ഇതൊന്നും നമുക്കില്ലല്ലോ. നമ്മളിവിടെ അടുത്തിലെ ഹിമ കണ്ടിട്ടുണ്ട്, ഇതിൽ 65 ആൾക്കാരുണ്ട്. ഇതിൽ 65 ആൾക്കാരുണ്ട്. കണ്ടപ്പോൾ ഭയങ്കര ഇതിന് വരെ ഭയങ്കര പ്രശ്നം തോന്നി. കാരണം നമ്മള് എന്താണ് ഈ മക്കൾക്കൊക്കെ അങ്ങനെ കൊണ്ടുവരാൻ തോന്നുന്നത്, എന്തുകൊണ്ടാണെന്ന് ആലോചിച്ച് പോകും നമ്മൾ. അത് പറയണെങ്കിൽ കുറേ ഉണ്ട്, അത് പോട്ടെ. അത് പിന്നെ നമുക്ക് അറിയണതാണ്, എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ്. അതിന്റെ ടെൻഷൻ എത്രമാത്രം ഉണ്ടാവുന്നത്. പിന്നെ സുമി എന്താ പറയാന്, ഞാൻ ഒരു പാട്ടാടാൻ പോവാണ് കേട്ടോ. ഏതോ പാട്ട്? നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ മിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ ആലം കാത്തു വച്ച രക്ഷകനെ സംഹായകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോയി നന്നം വന്ന കുമ്പിട്ട് നില്ലേ ഇരുട്ടി സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സൽ ഇവനെ തൊഴുവാനായി എന്നും ജനത്തിരക്ക് കാലം വറുത്തു വെച്ച സ്വർക്കം പോറും പട്ടപ്പാടെ ഇല്ലുമിനാറ്റി അണ്ണൻ തനി നാടൻ കുലമല്ലോ മിനാറ്റി ഉലകിതിലാരോടും തോൽക്കാ വീരൻ കലതിരിനമ്മയ്ക്കായി തേങ്ങും പൈതൽ നടിയിൽ താലോട്ടും സ്നേഹം നീയേ മറന്നോ നീരാട്ടാതെന്തേ കരയാൻ കണ്ണീരില്ല കണ്ണൊപ്പാനാരും പോരണ്ട വിടിയും മുഖം കണ്ണിൽ രൂപം കൊണ്ടും സുമായ മൂർത്തി ഇവനെ പടിവാതിൽ എന്നും തിരമണിക്കൂർ ബോംബെ നഗരദിനം കൺകുളർക്കെ സ്വപ്നം കാണും താനെന്നെ നാനാ താനെന്നെ നാനാ താനെന്നെ നാനാ ഇല്ലുമിനാറ്റി അണ്ണൻ തനി നാടൻ കുലമെല്ലോ മിനാറ്റി. താങ്ക് യു. അപ്പൊ ചാർജ് കഴിഞ്ഞില്ലേ? എന്ത് ചെയ്യാ? അപ്പോൾ ഫോണിൽ ചാർജ് കഴിഞ്ഞിട്ടോ. അപ്പോൾ ബാക്കി ഞങ്ങൾ നാളെ വീഡിയോയിൽ വരട്ടോ. ഞങ്ങളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങൾക്ക് കമൻ്റ് ഒന്നും ഇല്ല കേട്ടോ. ഞങ്ങൾക്ക് ഇപ്പോൾ പുതിയ തുടങ്ങിയതുകൊണ്ടൊക്കെ ആരും, പിന്നെ കുട്ടികളിൽ കമൻറ്റ് ഇപ്പം ഇല്ലല്ലോ, കമൻറ്റ് ഓഫ് ആക്കാനും. അപ്പം ഇതിൻ്റെ ഇതിലൊന്നും വലിയ കമൻ്റ് ഒന്നും കാണാനില്ല. അപ്പം നിങ്ങൾ കമൻറ്റും ലൈക്കൊക്കെ ചെയ്യണം. അടുത്ത വീഡിയോ അടിപൊളിയായിട്ട് ഇൻഷാ അല്ലാഹ്. ബൈ.